എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഉള്ള ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് ജോലികളൊക്കെ ചെയ്യണം. രാവിലെ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് ഒരു പുഴുക്കാണ്. അപ്പോൾ ചേമ്പും അതുപോലെ തന്നെ ചീനിയൊക്കെ ഇട്ടിട്ടുള്ളൊരു പുഴുക്കാണ്. അപ്പോൾ നമ്മളതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാണ്. ഈ സമയം രാവിലെ ഇവിടെ ചെറിയൊരു പച്ചക്കറി തോട്ടമുണ്ട്. അപ്പോൾ അച്ഛനവിടെ ചെടിക്ക് വെള്ളം നനയ്ക്കും. അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പിച്ചും ആ സമയത്ത്. അപ്പം മക്കളും അച്ഛൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാണും. പാവൽ, പടവലം, അതുപോലെ തന്നെ പയർ, തക്കാളി. അപ്പം വീട്ടിലേക്കുള്ള അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ ചക്ക, ചീനി, ചേമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചെറിയൊരു പറമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഇങ്ങനെ കുറച്ച് ജോലികളൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ പുഴുക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചീനി പറിക്കുകയാണ്. അപ്പോൾ ഈ ചീനിയൊക്കെ ഞങ്ങൾ വരുന്നത് പ്രമാണിച്ച് ഞങ്ങൾക്ക് വേണ്ടി നിർത്തിയിരുന്ന ചീനി കമ്പുകളാണ്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ സീസണൊക്കെ കഴിഞ്ഞത് കാരണം വലുതായിട്ടില്ല എങ്കിലും ഞങ്ങൾ വരുന്നതും കാത്ത് അമ്മയച്ഛനും നോക്കി വെച്ചിരുന്നതാണ്. കുറച്ച് പച്ചക്കറികളൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ട്. രാവിലെ ഇവർക്ക് നമ്മളിനി പുട്ടും പഴമാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ പൊതിക്കാണ്. ഞങ്ങൾ മാർച്ച് പകുതിയൊക്കെ ആയപ്പോഴാണ് നാട്ടിലേക്ക് പോയത്. അതുപോലെ തന്നെ ഏപ്രിൽ 18-ാം തീയതി നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ 5 ആഴ്ചത്തെ അവധിക്കാണ് പോയത്. എൻ്റെ അനിയൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ സേവ് ദ ഡേറ്റ് വീഡിയോയും അതുപോലെ തന്നെ ഷോപ്പിംഗ് വ്ളോഗൊക്കെ നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. കൂടുതൽ വീഡിയോസ് ഞാൻ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ സ്വീഡനിലെത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് ട്രാവൽ ബാനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് ഇവിടെ എത്തിച്ചേരാൻ പറ്റി. അതുപോലെ തന്നെ റിട്ടേൺ വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വഴിയെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മൾ രാവിലെ കുറച്ച് പുട്ടുണ്ടാക്കുകയാണ്. കുറച്ച് അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് ഇന്ന് ഞാൻ പുട്ടുണ്ടാക്കുന്നത്. ഈ സമയത്ത് ഇപ്പം ശരിക്കും ട്രാവൽ ബാനൊക്കെ ആയിട്ടുണ്ട്. ചില ഫ്ലൈറ്റ്സൊക്കെ, ചിലതല്ല മിക്കവാറുള്ള ഫ്ലൈറ്റ്സൊക്കെ ക്യാൻസലായിട്ട് 8-ാം തീയതി വരെ, മെയ് 8-ാം തീയതി വരെ ബാൻ ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുക. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് അതിന് മുന്നായിട്ട് ഇവിടെ എത്താനായിട്ട് പറ്റി. അപ്പോൾ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. കല്യാണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഒരുപാട് കുക്കിംഗ് വീഡിയോസൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. എങ്കിലും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്കുള്ളത് ഞാൻ വാരിക്കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പുഴുക്കും ചമ്മന്തിയും കൂട്ടി ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അമ്മ മീൻകറി വെക്കുകയാണ്. ഇത് മോദ എന്ന് പറഞ്ഞൊരു മീനാണ്. നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിച്ചാണ്. അപ്പോൾ അതമ്മ കറി വെക്കാനും അതുപോലെ തന്നെ വറക്കാനുമായിട്ടുള്ളത് ശരിയാക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഇനി കുറച്ച് പാൽ കൊടുക്കുകയാണ്. ഹോർലിക്സ് ഇട്ട പാലാണ്. ഞാൻ ഹോർലിക്സ് ഒന്നും ഇടാതെയാണ് സാധാരണ ഇവിടെ കൊടുക്കാറുള്ളത്. അപ്പോൾ നാട്ടിൽ ചെന്നപ്പോൾ അവർ ബൂസ്റ്റും ഹോർലിക്സും ഇട്ട് കുടിച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹോർലിക്സ് ഇട്ട് കൊടുക്കുകയാണ്. നാട്ടിൽ പോകുമ്പോൾ അവർക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട് വളരെ കളിയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പം ഫുഡ് കഴിപ്പിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് കഷ്ടപ്പാടായിരുന്നു ഫുഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അവരുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനി ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കറികൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഒരു തോരനും അതുപോലെ ഒഴിച്ച് കറിയും പിന്നെ മീനും പിന്നെ നമ്മൾ ചക്ക ഇടുന്നുണ്ട്. അപ്പോൾ ആ ചക്ക വേവിച്ചതുമാണ് ഇന്നത്തെ കറികൾ. അപ്പോൾ നമ്മൾ അടുക്കളത്തോട്ടത്തിൽ നിന്ന് പറിച്ച പയറും അതുപോലെ തന്നെ വഴുതനങ്ങയും പാവയ്ക്കയും എല്ലാം കൂടെ മിക്സാക്കിയിട്ടൊരു തോരനാണ്. അപ്പോൾ വഴുതനങ്ങ ഞാൻ അരിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പ് തളിച്ചത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ തിരിങ്ങി, ജീരകം, വെളുത്തുള്ളി. അപ്പോൾ ഇത് കല്ലിൽ വെച്ചിട്ടാണ് ഒന്ന് ചതച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ മിക്സിയിൽ ആണ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇടയ്ക്ക് കല്ലും യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് കല്ലിൽ അരയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചെറിയ കല്ലാണ്. നന്നായിട്ട് പണ്ട് തൊട്ടേ എനിക്ക് കല്ലിൽ അരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഞാൻ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. കല്ലിലരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറികൾക്ക്. അതുപോലെ കല്ലിലരച്ച ചമ്മന്തിക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. തോരന് നമ്മൾ ജീരകവും വെളുത്തുള്ളിയും
അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും അവസാനം ഒന്ന് ഇതുപോലെ ചതച്ച് ഇടുകയാണെങ്കിൽ നല്ലതാണ്. തോരന് വേണ്ടിയിട്ടുള്ള കടുക് പൊട്ടിയിട്ടുണ്ട്. കുറച്ച് ഉള്ളി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില, അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറും പാവയ്ക്കയും വഴുതനങ്ങയും അതുപോലെ തന്നെ ഒരു സവാളയും കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. ചെറുതീയിലിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പാവയ്ക്കയെന്നും അതുപോലെ വഴുതനങ്ങയെന്നും ഒക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിൻ്റെ മുകളിലിട്ട് കുറച്ച് അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് നന്നായിട്ട് ചിക്കി തൊത്തിയെടുക്കുക. ഇനി നമ്മളൊരു ചെറിയൊരു ഒഴിച്ച് കറി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറിച്ച പച്ചത്തക്കാളിയാണ്. പച്ചത്തക്കാളിയും അതുപോലെ തന്നെ മുരിങ്ങയിലൊക്കെ ഇട്ട് ഒരു ഒഴിച്ച് കറിയാണ്. സാധാരണ നമ്മൾ തക്കാളിക്കറി വെക്കുന്ന പോലെയാണ് വെക്കുന്നത്. തക്കാളി നന്നായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും ഇട്ട് വേവിക്കുക. ശേഷം ഒരു അരപ്പുണ്ടാക്കിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തക്കാളിക്കറിയുടെ റെസിപ്പി നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഈ തക്കാളിക്കറി കടുക് വറുക്കുമ്പോൾ കുറച്ച് മുരിങ്ങയിലയും കൂടെ ഇടുന്നുണ്ട്. ഇനി നമ്മൾ 2 ആപ്പിൾ ഒന്ന് കട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് കഴിക്കും. ആ സമയം കൊണ്ട് ഒരു വലിയ ചക്ക വന്നിട്ടുണ്ട്. ഈ ചക്ക നമ്മൾ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നാണ്. ഭയങ്കര വലിയൊരു ചക്കയായിരുന്നു. അപ്പോൾ അമ്മ അത് കട്ട് ചെയ്ത് ഞങ്ങളെല്ലാം കൂടി നിന്ന് പറിച്ച് അതുപോലെ തന്നെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇവരും ഹെൽപ്പ് ചെയ്തു. വലിയൊരു ചക്കയായതുകൊണ്ട് തന്നെ കുറച്ച് ഞങ്ങൾ വേവിക്കാനും എടുത്തു, കുറച്ച് ഞങ്ങൾ വറക്കുകയും ചെയ്തു. വറക്കുന്ന വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ വളരെ കട്ടി കുറഞ്ഞ ചുളകൾ അമ്മ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരിഞ്ഞ് നമ്മൾ വറക്കാനായിട്ട് മാറ്റി വെച്ചു. ആ സമയം കൊണ്ട് നമ്മൾ തക്കാളിക്കറിക്ക് വേണ്ടിയിട്ടുള്ള കടുക് വറക്കാണ്. കടുക് വറുത്തപ്പോൾ കുറച്ച് മുരിങ്ങയിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങയിലയൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം അമ്മയാണ് മീൻകറിയും ചക്ക വേവിച്ചതൊക്കെ ചെയ്തത്. അപ്പം അമ്മയുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനം കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ല അടിപൊളി മീൻകറിയാണ്. അപ്പം ഇനി കുട്ടികൾക്കുള്ള ചോറ് കൊടുപ്പാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് അവരെ ഞാൻ കുളിപ്പിച്ച് കുറച്ച് തുണിയൊക്കെ കഴുകിയിട്ട് അപ്പോൾ ഇനി ഇവർക്ക് ചോറ് കൊടുത്തിട്ട് ഉറക്കാനായിട്ട് ശ്രമിക്കും, പക്ഷേ ഉറങ്ങില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ തുണിയൊക്കെ കഴുകിയിട്ട് പിടിക്കുന്നത്, ടെറസിൻ്റെ മുകളിൽ. വൈകുന്നേരം നമ്മളൊരു അടിപൊളി ബോണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോണ്ട ഒരു സ്പെഷ്യൽ ബോണ്ടയാണ്, അമ്മയുടെ റെസിപ്പിയാണ്. അപ്പോൾ അത് ഞാൻ റെസിപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം താമസിയാതെ തന്നെ ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള ബോണ്ടയാണ്. അപ്പോൾ ഒരു സമയം ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. ഇനി വിളക്ക് കത്തിക്കാനുള്ള സമയമാണ്. അപ്പോൾ അമ്മ വിളക്കൊക്കെ കത്തിച്ചു. അമ്മയുടെ കൂടെ ഇരുന്ന് നാമമൊക്കെ ചൊല്ലും ഇവർ. അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തെ ഒരു വ്ളോഗാണ് നമ്മളിത് കണ്ടത്. പിന്നെ കുറച്ച് ടി വിയൊക്കെ കാണും, അതുപോലെ തന്നെ കുറച്ച് ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് പോയത്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. കൂടുതൽ വ്ളോഗ്സും അതുപോലെ തന്നെ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്